അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകക്ഷിയെ പറ്റിച്ച് സമ്പത്തുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരുടെ പരിണിതി ഫലത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജരീർ എന്നവരെ തൊട്ട് സഹിബ റജുലുൻ ഈസ അലൈഹിസ്സലാം, ഒരാൾ ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം യാത്രയിൽ സഹവസിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ നബി അല്ലാഹ് അകൂനു മഅക വഅസ്ഹബുക, ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരാൾ പറയുകയുണ്ടായി. ഫന്തലഖാ ഇലാ ശത്ത്ഇ നഹ്രിൻ, അങ്ങനെ അവർ ഒരു പുഴയുടെ തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങി. ഫജലസാ യതഗദ്ദയാനി വമഅഹുമാ സലാസത്തു അർഗിഫത്തി, വഴിയിൽ രണ്ടുപേരും നാസ്ത കഴിക്കാൻ വേണ്ടി, പ്രാതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നു. നോക്കുമ്പോൾ 3 പത്തിരിയാണ് അവരുടെ കയ്യിലുള്ളത്. ഫാക്കല റഗീഫൈൻ, അങ്ങനെ ഓരോ പത്തിരി വീതം ഓരോരുത്തരും കഴിച്ചു. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചു, മറ്റൊന്ന് എൻ്റെ കൂട്ടുകാരന് കൊടുത്തു. അപ്പോൾ ബക്കിയ റഗീഫുൻ, ഒരു പത്തിരി ബാക്കിയുണ്ട്. ഫഖാമ ഈസാ അലൈഹിസ്സലാം ഇലൻ നഹ്രി ഫശരിബ, വെള്ളം കുടിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം നദിയിലേക്ക് ഇറങ്ങിപ്പോവുകയും വെള്ളം കുടിക്കുകയും സുമ്മ റജഅ, തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഫലം യജിദ് അർ-റഗീഫ്, ബാക്കിയുള്ള ആ പത്തിരി തിരിച്ചു വന്നപ്പോൾ കാണാനില്ല. 3 പത്തിരിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചു, ഒന്ന് കൂടെയുള്ള ആളും കഴിച്ചു, ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി നദിയിലേക്ക് പോയി വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ള പത്തിരി കാണുന്നില്ല. അപ്പോൾ ഫഖാല ലിർറജുലി, കൂടെയുള്ള ആളോട് ചോദിച്ചു, മൻ നഗദ റഖീഫ, അല്ല നമ്മൾ ബാക്കിയുള്ള പത്തിരി ആരാണ് എടുത്തതെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ ആ പുരുഷൻ അയാൾ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല കേട്ടോ. ശരി. ഫന്തലഖാ വമഅഹു സാഹിബു, ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് യാത്ര തുടങ്ങി, കൂടെ തൻ്റെ കൂട്ടുകാരനുമുണ്ട്. ഫറഅ ലബിയതൻ വമഅഹാ ഖസ്ഫാനി ലഹാ, ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് കാണുന്നത്, എന്താ, ഒരു മാനും അതിനോടൊപ്പം 2 കുട്ടികളും, ചെറിയ 2 കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഫദഅ അഹദുഹുമാ, 2 കുട്ടികളിൽ ഒന്നിനെ ഈസാ നബി അലൈഹിസ്സലാം വിളിച്ചു. ഒരു കുട്ടിയെ കൂടെ വിളിച്ചു, മാൻ്റെ കുട്ടിയെ. ഫതാഹു, അങ്ങനെ ആ കുട്ടി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്നു. ഫദബഹഹു, ആ ചെറിയ കുട്ടിയെ ഈസാ നബി അലൈഹിസ്സലാം അറുക്കുകയും വശവാ മിൻഹു, ചുട്ടു തിന്നുകയും ചെയ്തു. വഅകലഹു വറജുലു, ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ കൂടെയുള്ള സുഹൃത്തും കൂടി ആ മാനിൻ്റെ കുട്ടിയെ കഴിച്ചു. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ അറുക്കാൻ പാടുണ്ടോ എന്നൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമാണ് അറുത്തത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും. സുമ്മ ഖാല ലിൽ ഖിസ്ബി, പിന്നെ ആ അറുക്കപ്പെട്ട മാൻപേടയോട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അതിൻ്റെ മാംസളമായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് അതിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓടട്ടെ എന്ന് പറഞ്ഞു. ആ മാൻകുട്ടി അവിടുന്ന് ഓടിപ്പോയി. ഈസാ നബി അലൈഹിസ്സലാമിന് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നല്ലോ. പല ആളുകളും മഹാനവറുകൾ മരണപ്പെട്ടതിന് ശേഷം ജീവിപ്പിക്കുകയും അങ്ങനെ വിവാഹം കഴിച്ച് മക്കളുണ്ടാവുകയൊക്കെ ചെയ്ത സംഭവം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു മുഅ്ജിസത്താണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വാക്ക് കേട്ട് ആ മാൻപേട എണീക്കുകയും ഓടുകയും ചെയ്തു. ഫഖാല ലിർറജുലി,
അപ്പോൾ ആ കൂടെയുള്ള ആളോട് ചോദിച്ചു, അസ്അലുക ബില്ലദി അറാക ഹാദിഹിൽ ആയ മൻ അഖദർ റഗീഫ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഒരു സംഭവം? ഇപ്പോൾ കണ്ടില്ലേ ഒരു മാൻപേടയെ നമ്മൾ അറുത്ത് ചുട്ട് കഴിച്ച് അതിൻ്റെ എല്ല് മാത്രം ബാക്കിയാക്കിയിട്ട് പുനർജീവനം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിപ്പിച്ചു. ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തന്ന പടച്ചോനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അല്ല നമ്മളെ ബാക്കിയുണ്ടായി ഞാൻ പത്തിരി യഥാർത്ഥത്തിൽ ആരാ കഴിച്ചത് എന്ന് ചോദിച്ചു. ബാക്കിയുണ്ടായി ഞാൻ പത്തിരി ഉണ്ടല്ലോ, അതാരാണ് കഴിച്ചതെന്ന് ചോദിച്ചു. കിട്ടിയ അവസരത്തിൽ മുമ്പര് ചോദിക്കുകയാണ്, അസ്അലുക ബില്ലദി അറാക ഹാദിഹിൽ ആയ മൻ അഖദർ റഗീഫ്. ഈ അത്ഭുതങ്ങൾ കാണിച്ചെന്ന പടച്ചോനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, മൻ അഖദർ റഗീഫ്, ആ ബാക്കിയുള്ള പത്തിരി ആരാ കഴിച്ചെന്ന് വെച്ച്. കാല അപ്പാട് മാതിരി എനിക്കറിയില്ല കേട്ടോ. കാല സുമ്മന്തഹയ ഇലാ നഹരിൻ. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ ഒരു നദിയിലെത്തി. ഫഅഖദ ഈസാ ബിയദിർ റജുലി ഫമശയാ അലൽ മാ. ഈസാ നബി അലൈഹി ഇസ്ലാം ഈ നദി അങ്ങ് വിട്ടുകിടക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു, നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചു. റെഡി, ഇന്ന് എൻ്റെ കയ്യെ പിടിച്ചോന്ന് പറഞ്ഞു. നടന്നോന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ മേലെ കൂടെ അങ്ങനെ അയാളെ കൂട്ടിയിട്ട് ഈസാ നബി നടന്നാണ് പോയി. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോയി കരയിലേക്ക് എത്തിയതിന് ശേഷം ഫന്തഹയ ഇലാ മഫാസത്തിൻ ഫലമ്മ ജാവസ. നദി വിട്ടുകടന്ന് കരയിലേക്ക് എത്തിയപ്പോൾ ഖാല, ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അസ്അലുക ബില്ലദി അറാക ഹാദിഹിൽ ആയ. ഈ അത്ഭുതത്തെ നിനക്ക് കാണിച്ചു തന്ന പടച്ച തമ്പുരാനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, മൻ അഖദർ റഗീഫ്. ആ ബാക്കിയുള്ള പത്തിരില്ലേ, അതാരാ കഴിച്ചതെന്ന് വെച്ചു. വീണ്ടും ആളുകൾ പറഞ്ഞില്ല, അതിൽ എനിക്കറിയില്ല. പഴയ പല്ലവി തന്നെയാണ്. അങ്ങനെ വിശാലമായ ഒരു മരുഭൂമിയിലേക്ക് അവർ നടന്നു. അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും ഇരുന്നുപോയി. മരുഭൂമിയിൽ ഇരുന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം കുറേ മണലിങ്ങനെ വാരിക്കിട്ടു. മണ്ണാണെന്നും അഭിപ്രായമുണ്ട്, ഏതായാലും ആട്ടെ. അങ്ങനെ കുറേ മണൽ ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാനവരുകൾ പറഞ്ഞു, അതിന് 3 അപ്പാല പറഞ്ഞല്ലോ, കുന്തഹബം ബിഇദ്നില്ല. നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വേണ്ടുകയാൽ സ്വർണമായി മാറണം എന്ന് ഈ മണൽ കൂനയോട് ആവശ്യപ്പെട്ടു. ഫക്കാന ദഹബൻ. അപ്പോൾ അത് ഒരു സ്വർണ്ണമലയായി മാറി. മല എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം. ഫഖസമഹു സലാസല അസ്ലാസിൻ. ഈസാ നബി അലൈഹി സ്വലാം അതിനെ 3 ഓഹരിയായിട്ട് വെച്ചു. കള്ളി വിളിയാൻ പോവാ. ഫഖാല, അപ്പോൾ പറഞ്ഞു, ലീ സുലുസുൻ, ഇതിൻ്റെ 1/3 എനിക്കുള്ളത്. വസുലുസുൻ ലക, 1/3 നിനക്കുള്ളത്. വസുലുസുൻ ലിമൻ അഖദർ റഗീഫ, 1/3 നമ്മൾ ആരാണ് പത്തിരി കഴിച്ചത് അവനുള്ളത് എന്ന് പറഞ്ഞു. 1/3 എനിക്ക്, 1/3 നിനക്ക്, 1/3 പത്തിരി കഴിച്ചാലുണ്ടല്ലോ മൂപ്പർക്കുള്ളതെന്ന് പറഞ്ഞു. ഫഖാല, അപ്പം കൂടുതലുള്ള ആൾ പറഞ്ഞു, ഞാനാണ് കഴിച്ചത്. പത്തിരി കഴിച്ച ആളും ഞാനാണ്, പത്തിരി കഴിച്ച ആളും ഞാനാണ് എന്ന് പറഞ്ഞു. ഖാല, അപ്പം പറഞ്ഞു, ഫകുല്ലുഹു ലക്, ശരി എല്ലാം അനുസരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. അഫാറത്തുഹു ഈസാ. ഈസാ നബി അലൈഹി സ്വലാം മൂപ്പരെ വിട്ടുപിരിഞ്ഞു. കാരണം ഇനി ഓനെ കൂടെ നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഇത്രയും ചോദിച്ചിട്ടതൊന്നും പറയാതെ സ്വത്ത് വന്നപ്പോൾ മാത്രം കണ്ടോ. അപ്പം ഇവന് അതാണ് പറഞ്ഞത്, ഒരാൾ സാഹസിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാൻ പറ്റിയ രംഗാണ് യാത്ര. ഒരാളെ കൂട്ടുകാരനാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു യാത്ര. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ്റെ ഉള്ളെല്ലാം പുറത്തായിട്ടുണ്ടാകും. അപ്പോൾ മനസ്സിലാവും ഇവനെ നമുക്ക് നമ്പാൻ പറ്റുമോ കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ. നല്ലതാണ്. അപ്പോൾ യാത്രയിൽ ആളെ മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞു, സ്വത്ത് മുഴുവൻ നീ എടുത്തോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാം. സലാം പറഞ്ഞു. കാലു സലാമ, പോയി വിട്ടുകഴിഞ്ഞു. ഫന്തഹ ഇലൈഹി റജുലാനി. ഇവന് ഈ സ്വർണത്തിൻ്റെ കൂമ്പാരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 2 ആൾക്കാർ നടന്നു വരുന്നു. വഹുവ ഫിൽ മഫാസതി വമഅഹുൽ മാലു.
അയാൾ ഇങ്ങനെ സ്വത്തുമായിട്ട് സ്വർണത്തിൻ്റെ കുമ്പാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് പേടിയായി, സ്വത്തുണ്ടല്ലോ. വന്ന രണ്ടാളുകൾക്ക് ഇവനെ അങ്ങ് കൊന്നിട്ട് ഈ സ്വത്തെടുക്കണമെന്ന മോഹം. ഇവൻ പറഞ്ഞു, നമുക്ക് ഇത് മൂന്നായി വീതിച്ചെടുക്കാം. ഇത് മൂന്നോഹരിയാക്കാം. നിങ്ങൾ എന്നെ കൊല്ലണം എന്തിനാണ്? നമുക്കിത് മൂന്നോഹരിയാക്കിയ വിഷയം തീർന്നല്ലോ. മൂന്നോഹരിയാക്കാന്ന്. അങ്ങനെയോ എന്നിട്ട് പറഞ്ഞു, അല്ലാതെ വിശക്കുന്നുണ്ട്. ഇത്രയൊക്കെ സ്വത്തുണ്ടായിട്ട് എന്തിനാ നമ്മൾ വിശന്നിരിക്കുന്നത്? സ്വർണ്ണക്കട്ടിയല്ലേ ഇരിക്കണത്. അതുകൊണ്ട് ഒരാൾ പോയിട്ട് കടയിൽ പോയി നല്ല ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരി എന്ന് പറഞ്ഞു. വന്ന ആളിൽ നിന്ന് ഒരാളെ ഭക്ഷണത്തിന് വിട്ടു. അപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വിട്ട ആള് മനസ്സിൽ വിചാരിച്ചു, എന്തിനാണ് ഞാൻ ഈ സ്വത്ത് മൂന്ന് ഓഹരിയാക്കുന്നത്? ഈ ഭക്ഷണത്തിൽ വിഷം കലക്കി കൊണ്ടുപോയി കൊടുത്താൽ അവർ രണ്ടാളും നല്ലോണം ഭക്ഷിച്ച് മരിച്ചങ്ങ് വീണോളൂ. എനിക്കെന്താകാം, സ്വത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നല്ല തീരുമാനം. അങ്ങനെ സ്വത്ത് മുഴുവൻ എനിക്കെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊണ്ടുപോയി. ഭക്ഷണം വാങ്ങാൻ പോയ ആളുടെ അഭാവത്തിലിരിക്കുന്ന ആളുകൾ പറഞ്ഞു, എന്തിനാ നമ്മൾ മൂന്ന് ഓഹരിയാക്കുന്നത്? നമ്മൾ രണ്ടാളൊരു കാര്യം ചെയ്യാം, വരുന്നോ നമ്മൾ അങ്ങോട്ട് ബടിയാക്കാം, എന്നിട്ട് പിന്നെ രണ്ടോ ഓഹരിയാക്കിയാൽ മതിയല്ല, നമുക്കങ്ങ് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് രണ്ട് ഓഹരിയായിട്ട് സ്വത്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിന്റെ ആള് വന്നു. ഇരിക്കുന്ന രണ്ടാളുകൾ അവനെ കൊന്നു. ഓല് വിചാരിച്ച് നമ്മൾ ഭക്ഷണം നല്ലവണ്ണം മട്ടം പോലെ കഴിക്കുക, എന്നിട്ട് ഓരിച്ച് എടുത്തുകൊണ്ടുപോകാന്ന് പറഞ്ഞു. സുമ്മാക്കലത്താമ. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം നല്ല കുശാലായിട്ട് കഴിച്ചു. പക്ഷേ രണ്ടാളും മരണപ്പെട്ടു പോയി. അങ്ങനെയുണ്ട്. സ്വത്ത് ഇപ്പോഴും മരുഭൂമിയിൽ സ്വർണ്ണക്കട്ടിയായി ബാക്കി നിൽക്കുകയാണ്. മൂന്നാളുകളും ആ സ്വത്തിന്റെ ചുറ്റുഭാഗത്തായി മരിച്ചു കിടക്കുന്ന രംഗം കണ്ടു. ഈസാ നബി അലൈഹി ഇസ്ലാം പിന്നെ അതിലൂടെ നടക്കുമ്പോ മൂന്നാളുകളും ഈ സ്വത്തും ഈ സ്വർണവുമായി ഇങ്ങനെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന രംഗം കണ്ടു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, ഇതാണ് ദുന്യാവിന്റെ അവസ്ഥ, നല്ലോണം സൂക്ഷിക്കണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം കൂട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അപരന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കൈമുതലാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ പരിണിത ഫലമാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാമ്പത്തികമായ ശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാഹു തആല നമുക്കത് നൽകുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, മഹത്തായ ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഹലാലായ സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടി നാളെ ആഖിറത്തിൽ ഹിസാബ് പറഞ്ഞ് കുഴങ്ങേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.